കപ്പിൾസിൽ ഒരാൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, ഒരാൾ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, അത് കുഞ്ഞിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ഹസ്ബൻഡ് അച്ഛൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ മദർ RH നെഗറ്റീവ്, മദർ നെഗറ്റീവ് ഗ്രൂപ്പിലേക്കാണ് വരിക. സോ ഇത്തരം പ്രഗ്നൻസികൾ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് തമ്മിലുള്ള ഒരു റിയാക്ഷൻ സംഭവിച്ചിട്ട് ചിലപ്പോൾ കുട്ടികൾ അതിൽ, അതായത് ഗർഭം ധരിക്കുമ്പോൾ യൂഷ്വലി ഫസ്റ്റ് പ്രഗ്നൻസി അഫക്റ്റഡ് ആവണം എന്നില്ല, രണ്ടാമത്തെ പ്രഗ്നൻസിയിലോ മൂന്നാമത്തെ പ്രഗ്നൻസിയിലോ കുഞ്ഞ് അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അത്തരം കണ്ടീഷൻസിലൊക്കെ നമ്മൾ നോർമലി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ICT, അതായത് ബ്ലഡ് ഗ്രൂപ്പ് തമ്മിലുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ അതിനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും. ആദ്യത്തെ ഗർഭത്തിൽ ഉണ്ടാവുന്ന കുഞ്ഞ് അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഉണ്ടാവണമെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ ആന്റിഡി എന്നുള്ളൊരു ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. സോ ദാറ്റ് അടുത്ത പ്രഗ്നൻസിയിൽ വരുന്ന കുഞ്ഞുങ്ങൾ ഈ ബ്ലഡ് ഗ്രൂപ്പിനോട് സെൻസിറ്റൈസ്ഡ് ആവാതിരിക്കാൻ. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് അമ്മ നെഗറ്റീവ് അച്ഛൻ പോസിറ്റീവ് ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് തമ്മിലൊരു റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുക്കാം.